Welcome to Gurudev Arts and Science College. Myself, Linukumar MC, Assistant Professor, Department of Physics, Gurudev Arts and Science College. So this is our beautiful campus. Okay, so this is a special situation. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പോവാണ്. നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് വന്ന കുട്ടികളാണ്. സോ എല്ലാവരെയും ഒന്നുകൂടി നമ്മുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, നമ്മുടെ കോളേജിലേക്ക്, ഗുരുദേവ് കോളേജിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തു. ഏതായാലും നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കോഴ്സ് വളരെ നല്ല കോഴ്സാണ്. കാരണം ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് BSc കെമിസ്ട്രി, അതുപോലെ BSc മാത്സ്, അതുപോലെ തന്നെ BSc ഫിസിക്സ്. സോ ഈ ഇരുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് ബേസിക് സയൻസിനാണ്, ഇത് റിസർച്ച് മേഖലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ BSc സയൻസ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സെലക്ട് ചെയ്തിരിക്കുന്ന കോഴ്സ് വളരെ നല്ല കോഴ്സാണ്. അതിന് എല്ലാവരെയും ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഫിസിക്സ് ഈ വർഷം പഠിക്കേണ്ട ഫിസിക്സ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ഡിഗ്രി കോഴ്സിൽ സബ്സിഡറി ആയിട്ടാണ് ഇപ്പോൾ ഫിസിക്സ് വന്നിരിക്കുന്നത്. അതിൽ 4 സെമസ്റ്ററിലാണ് നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു പേപ്പറാണുള്ളത്, തിയറി പേപ്പർ. അതുപോലെ സെക്കൻഡ് സെമസ്റ്ററും ഒരു തിയറി പേപ്പർ, തേർഡ് സെമസ്റ്റർ തിയറി പേപ്പർ, ദെൻ ഫോർത്ത് സെമസ്റ്റർ അത് പ്രാക്ടിക്കൽ പേപ്പറും തിയറി പേപ്പറും കൂടി വരുന്നു. സോ തേർഡ് ആൻഡ് ഫോർത്ത് സെമസ്റ്റർ നമ്മൾ പ്രാക്ടിക്കൽ ആൻഡ് തിയറി കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. സോ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ അതിൻ്റെ സിലബസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സെമ്മിലെ സിലബസിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഇലാസ്റ്റിസിറ്റി, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനെ കുറിച്ചാണ്. ഓക്കെ, അത് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതിൻ്റെ ഒരു ഹയർ വേർഷനാണ് ഇവിടെയുള്ള ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. സോ അതുപോലെ തന്നെ സെക്കൻഡ് മോഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് റിജിഡ് ബോഡി ഡൈനാമിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ റിജിഡ് ബോഡി ഡൈനാമിക്സിലെ റൊട്ടേഷൻ മോഷനിൽ നിങ്ങൾ നേരത്തെ പഠിച്ചു, +1 റൊട്ടേഷൻ മോഷനിൽ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. സോ അതിൻ്റെ ഒരു ഹയർ ആയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. സോ ബേസ് എന്ന് പറയുന്ന റൊട്ടേഷൻ മോഷനാണ്. അതുപോലെ ഓസിലേഷൻ ആൻഡ് വേവ്സ്, നിങ്ങൾ +1 പഠിച്ച ചാപ്റ്ററാണ് ഓസിലേഷൻ ആൻഡ് വേവ്സ്. സോ അതിൻ്റെ ബേസിക്കിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ഹയർ ലെവലിലേക്ക് പോകുന്ന രീതിയിലാണ് സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിലുള്ള ഫിസിക്സിൻ്റെ തിയറി പേപ്പർ. ദെൻ സെക്കൻഡ് സെമ്മിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെ തെർമോഡൈനാമിക്സ് കാണുന്നുണ്ടാവും, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആ ഒരു സെക്ഷൻ അവിടെ വരുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ തെർമോഡൈനാമിക്സ് നിങ്ങൾ ഫസ്റ്റ് ഇയർ +1 പഠിച്ച കാര്യമാണ്. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിച്ച കാര്യമാണ്. ദെൻ തേർഡ് സെമ്മിലേക്കാണ് ഒപ്റ്റിക്സ് വരുന്നത്, ഒരു ഫോട്ടോണിക്സ്. നിങ്ങൾ റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ് ഒക്കെ +2 പഠിച്ചതാണ്. സോ അതിൻ്റെ ഒരു ഹയർ വേർഷനാണ് ഇവിടെ വരുന്നത്. ദെൻ ഫോർത്ത് സെമ്മിൽ അവിടെ വരുന്ന അതെന്ന് പറയുന്നത് മോഡേൺ ഫിസിക്സ് ആണ്. ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ ന്യൂക്ലിയർ ഫിസിക്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ദെൻ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. സോ ഇതാണ് ഫോർത്ത് സെമ്മിലുള്ള സിലബസ്. സോ ഇതിൻ്റെ കൂടെ 22 എക്സ്പെരിമെൻ്റ് വരുന്നുണ്ട്. സോ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന സമയത്ത് അതിൽ മീറ്റർ ബ്രിഡ്ജ്, അതുപോലെ തന്നെ പൊട്ടൻഷ്യോമീറ്റർ, ദെൻ അതുപോലുള്ള കുറച്ച് ഹയർ ആയിട്ട് നിങ്ങൾ നേരത്തെ പഠിച്ച പൊട്ടൻഷ്യോമീറ്ററിൻ്റെ കുറച്ച് വേരിയേഷൻസ്, അതുകൂടാതെ പുതിയ ഒരുപാട് എക്സ്പെരിമെൻ്റ് ഇവിടെ നിങ്ങൾ വരുന്നുണ്ട്. സോ നമ്മുടെ ഫിസിക്സ് ലാബാണ് നമ്മളിവിടെ കാണുന്നത്. സോ ഇതിലെ തിയറി പഠിക്കുമ്പം തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ലാബുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ആ ലാബിലുള്ള എക്സ്പെരിമെൻറ്റും കൂടി ഒന്നിച്ചായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ തേർഡ് ഫോർത്ത് സെമ്മിലാണ് കൂടുതൽ ലാബ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ നിങ്ങൾ പഠിച്ചത് +1 +2 പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നിങ്ങൾ +1 പഠിച്ച ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ ആണ്. അതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കുറിച്ച് പഠിച്ചു, ദെൻ യൂണിറ്റ്സ് കുറിച്ച് പഠിച്ചു, ദെൻ ഡയമെൻഷൻ അനാലിസിസ് പഠിച്ചു. സോ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഫിസിക്സ് എത്ര കാലം പഠിക്കുന്നുണ്ടെങ്കിലും അത്രയും കാലം നമുക്ക് ഇത് ആവശ്യമാണ്. സോ അതിനുശേഷം 1 ഡയമെൻഷൻ മോഷൻ, മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ദെൻ 2 and 3 ഡയമെൻഷൻ മോഷൻ അലോങ് എ പ്ലെയിൻ. അതുപോലെ തന്നെ നമ്മൾ അതിനുശേഷം ലോസ് ഓഫ് മോഷൻ, അതായത് ഇനേഷ്യ പഠിച്ചു, അതുപോലെ തന്നെ ന്യൂട്ടൺ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. ദെൻ അതിനുശേഷം ഇക്വേഷൻ ഓഫ് മോഷൻസ് ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ദെൻ അതിനുശേഷം വർക്ക് പവർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, ദെൻ അതിനുശേഷമാണ് നമ്മൾ റൊട്ടേഷൻ ഡൈനാമിക്സിലേക്ക് പോകുന്നത്. റൊട്ടേഷൻ മോഷൻ, മൊമെന്റ് ഓഫ് ഇനേഷ്യ, ദെൻ ടോർക്ക്, ഈ ഒരു കൺസെപ്റ്റൊക്കെ നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞതാണ്. ദെൻ അതിനുശേഷം ഗ്രാവിറ്റേഷൻ,
the gravitational force, then escape velocity, then the period of a satellite. So ഇതൊക്കെ നമ്മൾ ഗ്രാവിറ്റേഷനിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ദെൻ അതിനുശേഷമാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. സോളിഡ്സ്, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്. ഓക്കെ, ദെൻ ഫ്ലൂയിഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. സോ അതിനുശേഷം പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന് ശേഷം നമ്മൾ അവിടെ പഠിച്ചിരിക്കുന്നതാണ് തെർമോഡൈനാമിക്സ്. അതിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ +1 പഠിച്ചു. ദെൻ തെർമൽ എക്സ്പാൻഷൻ, ഓക്കെ, ദെൻ തെർമോഡൈനാമിക്സ്, ഓക്കെ, കാർനോട്ട് എഞ്ചിൻ, അതൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ദെൻ അതിനുശേഷമാണ് ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ അതിനുശേഷം വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ഫസ്റ്റ് ഇയറിൽ ഇത്രയും കാര്യങ്ങളാണ് +1 നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. സോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബേസ്. സോ അതുകൊണ്ട് ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചിട്ട് വളരെ ബേസ് സ്ട്രോങ് ആക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡിഗ്രി ലെവലിലുള്ള ഫിസിക്സ് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ദെൻ സെക്കൻഡ് ഇയറിൽ +2 നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് വൺ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, മൂവ് ചെയ്യാതെ ഇലക്ട്രിസിറ്റിയുടെ പ്രോപ്പർട്ടീസ് പഠിച്ചു. വാൻഡി ഗ്രാഫ് ജനറേറ്റർ പഠിച്ചു, അവിടെ കപ്പാസിറ്റർ, okay, then potential difference, then dipole, electric dipole, ഇതൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. then next one current electricity, Kirchhoff law, the Ohm's law, okay, the principle of Wheaton's bridge, the meter bridge, potentiometer, ഇതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. then അതിനുശേഷം നമ്മൾ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. So അതിൽ ബയോട്ട്-സാവാർട്ട്സ് ലോ, ആംബിയർ സർക്യൂട്ടൽ തിയറം, ദ വർക്കിംഗ് ഓഫ് എ സൈക്ലോട്രോൺ. സോ ഇതൊക്കെ അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഓക്കെ, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ, ഫെറോമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഹിസ്റ്റീരിസിസ് ലൂപ്പ്. ഓക്കെ, സോ ആ ചാപ്റ്ററിന് ശേഷം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക് പോയി. ഫാരഡേസ് ലോ, ലെൻസസ് ലോ, ഓക്കെ, ദെൻ ഇൻഡക്ടർ, ഈ രീതിയിലുള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ഷൻ, സോ അതൊക്കെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ അതിനുശേഷം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. സോ അതിനുശേഷം വരുന്ന ചാപ്റ്ററാണ് വേവ് ഓപ്റ്റിക്സ്, അതുപോലെ റേ ഓപ്റ്റിക്സ്. ദ വേവ് ഓപ്റ്റിക്സ് otherwise known as physical optics. Okay, ray optics is otherwise known as geometrical optics. The physical optics which deals the theory of lights, interference, diffraction, polarization, അതിൻ്റെയൊക്കെ തിയറി നമ്മൾ കണ്ടു. ദെൻ റേ ഓപ്റ്റിക്സിൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പഠിച്ചു. ലെൻസ്, പ്രിസം, ഓക്കെ, ദെൻ ടെലസ്കോപ്പ്, ഇതൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. സോ അവിടെ രണ്ട് പ്രോപ്പർട്ടി, ലാംഡ ഈക്വൽ ടു h/mv, ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ, ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റ്, അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ദെൻ അതിനുശേഷമാണ് ആറ്റം ന്യൂക്ലിയൈ. സോ അതിൽ റുദർഫോർഡ് എക്സ്പെരിമെൻറ്റ്, ദെൻ ഹൈഡ്രജൻ സ്പെക്ട്രം, ദെൻ നെക്സ്റ്റ് വൺ ദ radioactivity, okay, nuclear radioactive elements. Okay, so ഇതൊക്കെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ഇലക്ട്രോണിക്സ്, ഡയോഡ്സ്, റെക്ടിഫയർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്. ദെൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഓക്കെ, AM കമ്മ്യൂണിക്കേഷൻ, FM കമ്മ്യൂണിക്കേഷൻ, മോഡുലേഷൻ, ഡീമോഡുലേഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ +2 പഠിച്ച കാര്യങ്ങൾ. സോ ഇതൊക്കെ ഇവിടെ നമ്മളെ 3rd സെമ്മിലും 4th സെമ്മിലൊക്കെ വരുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ തന്നെയാണ് ഡിഗ്രി സബ്സിഡറി ഫിസിക്സ്. സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ല തറവായിട്ട് വീണ്ടും പഠിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. സോ അതുകൂടാതെ എക്സ്പെരിമെൻറ്റ്, ആ എക്സ്പെരിമെൻറ്റ് ഇവിടെ വരുന്നുണ്ട്. 22 എക്സ്പെരിമെൻറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇത്രയും എക്സ്പെരിമെൻറ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. നമ്മൾ ആദ്യം എടുക്കുന്നത് മൊഡ്യൂൾ 2-ലുള്ള റൊട്ടേഷൻ, റിജിഡ് ബോഡി ഡൈനാമിക്സിനെ കുറിച്ചാണ്. ഓക്കെ, സോ എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. Our chapter is dynamics of rigid body. Okay, so what do you mean by rigid body? The distance between any 2 points of a body is always remains the same, then it is known as rigid body.
അപ്പോൾ ഒരു ബോഡിയിൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു ബോഡിയാണ്. സോ ഈ ബോഡിയിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ്, സോ ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ്. സോ ഈ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് എല്ലായ്പ്പോഴും സെയിം ആണെങ്കിൽ, സോ ഈ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാം. സോ ഇതൊരു 5 സെന്റിമീറ്റർ ഉണ്ട്. സോ ഇത് എല്ലായ്പ്പോഴും സെയിം ആണെങ്കിൽ ദാറ്റ് ബോഡി ഈസ് നോൺ ആസ് റിജിഡ് ബോഡി. ഞാൻ ഇതിവിടെ സ്റ്റേബിളായി വെക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 5 സെന്റിമീറ്റർ. ഇത് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ, എറിയുകയാണെങ്കിൽ എറിയുന്ന സമയത്തും ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. സോ ദിസ് ഈസ് നോൺ ആസ് റിജിഡ് ബോഡി. ഈ ടൈപ്പുള്ള ബോഡീനെയാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ് ഓഫ് എ ബോഡി ഓൾവേസ് റിമെയിൻസ് ദ സെയിം, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് റിജിഡ് ബോഡി. സോ അതേസമയം നമ്മളൊരു വെള്ളത്തിൽ 2 ലൈന് വരച്ചാലോ കുറച്ച് സമയം കഴിയുമ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ടാവും. സോ അത് റിജിഡ് ബോഡി അല്ല. ഓക്കെ, സോ ഫസ്റ്റ് കൺസെപ്റ്റ്, വാട്ട് യു മീൻ ബൈ റിജിഡ് ബോഡി? എന്താണ് റിജിഡ് ബോഡി? ഇതാണ് നമ്മൾ ആദ്യം സിലബസിൽ കൊടുത്തിരിക്കുന്ന റിജിഡ് ബോഡി. ഓക്കെ, സോ സെക്കൻഡ് വൺ, വാട്ട് യു മീൻ ബൈ സെന്റർ ഓഫ് മാസ്? എന്താണ് സെന്റർ ഓഫ് മാസ്? വാട്ട് യു മീൻ ബൈ സെന്റർ ഓഫ് മാസ്? The point at which the whole mass of the body is assumed to be concentrated, that is known as center of mass. ഒരു ബോഡിയുടെ എല്ലാ മാസും ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് എസ്യൂം ചെയ്യുന്നു. ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് സെന്റർ ഓഫ് മാസ്. അതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ സെന്റർ ഓഫ് മാസിന്റെ കൺസെപ്റ്റ്? നമുക്കൊരു ബോഡീനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് മൊത്തമായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇതൊരു ബോഡിയാണ്. ഞാൻ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടേക്ക് വീഴുന്നുണ്ടാവും. ഇവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് വീഴുന്നുണ്ടാവും. ബട്ട് ഇതിന്റെ സെന്റർ ഓഫ് മാസിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ബോഡി മൊത്തമായിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സെന്റർ ഓഫ് മാസിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ബോഡിയുടെ എൻ്റയർ മോഷൻ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. അതിന് സ്പെഷ്യൽ കേസ് ഉണ്ട്. ചില സ്പെഷ്യൽ കേസിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബട്ട് നമുക്ക് 90% കേസിൽ നമുക്ക് ഈ ഒരു കാര്യം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. Okay, then next point, that is center of gravity. എന്താണ് center of gravity? Center of gravity. So center of gravity means the point at which the whole weight of the body is assumed to be concentrated. ഒരു ബോഡിയുടെ എല്ലാ വെയിറ്റും ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് എസ്യൂം ചെയ്യുന്നു. ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, സോ എന്തൊക്കെയാണ്? Rigid body, the distance between any 2 points of a body is always remains the same, then it is known as a rigid body. Then center of mass, the point at which the whole mass of the body is assumed to be concentrated, that point is known as center of mass. The center of gravity, the point at which the whole weight of the body is assumed to be concentrated. Okay, next one, the center of mass of a certain regular shaped bodies. The first one, that is റിംഗ്. ഓക്കെ, നമുക്ക് റിങ്ങിന്റെ കേസ് നമുക്ക് എടുക്കാം. എന്താണ് റിംഗ്? സോ ഇതൊരു റിംഗ് ആണെന്ന് നമുക്ക് ഇരിക്കാം. ദിസ് ഈസ് എ റിംഗ്. സോ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അറ്റ് ദ സെന്റർ ഓഫ് ദ റിംഗ്. ഓക്കെ, സോ ദിസ് ഈസ് ഇതൊരു ഇമാജിനറി പോയിന്റ്. കാരണം ദർ ഇസ് നോ മാസ് ഓഫ് ദ റിംഗ്. ഈ പോയിന്റിൽ റിങ്ങിന്റെ മാസ് ഇല്ല, റിങ്ങിന്റെ ഭാഗങ്ങൾ ഇവിടെ ഇല്ല. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്. ഫസ്റ്റ് വൺ, റിംഗ്, circular ring. Okay, circular ring. അതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ്? സെന്റർ ഓഫ് ദ റിംഗ്. ഓക്കെ, സെന്റർ ഓഫ് ദ റിംഗ്, സെന്റർ ഓഫ് ദ റിംഗ്. അപ്പോൾ ഒരു റിംഗ് നമ്മൾ ഇവിടെ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ആ റിംഗിന്റെ മാസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? അതിന്റെ സെന്റർ ഓഫ് ദ റിംഗ് ആയിരിക്കും. ഓക്കെ, ദ സെക്കൻഡ് വൺ, in the case of സ്പിയറിന്റെ കേസിൽ എന്താ? സ്പിയറിന്റെ കേസിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് എന്താ? സെന്റർ ഓഫ് ദ സ്പിയർ, സെന്റർ ഓഫ് ദ സ്പിയർ, സ്പിയറിന്റെ സെന്ററിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പിയർ. ഇത് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സോ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ആ സ്പിയറിന്റെ സെന്ററിലായിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ്. Okay, then third one, in the case of a square, സ്ക്വയറിന്റെ കേസിൽ എന്തായിരിക്കും? ഇത് നമുക്കൊരു സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഈ സ്ക്വയറിന്റെ കേസിൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്തായിരിക്കും? ഇങ്ങനെ ഒരു ഡയഗണൽ ഉണ്ടാവും, ഇങ്ങനെ ഒരു ഡയഗണൽ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇങ്ങനെ ഡയഗണൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ഡയഗണൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കും.
സോ ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽ, ഈ രണ്ട് ഡയഗണൽ, ഇങ്ങനെ രണ്ട് ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഡയഗണലും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് മാസ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് സ്ക്വയർ ദ സെന്റർ ഓഫ് മാസ്, ഇൻ ദ കേസ് ഓഫ് സ്ക്വയർ center of mass intersection of diagonal, intersection of diagonal, intersection of diagonal. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്ക്വയർ. അപ്പോൾ എവിടെയായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്? സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ ഡയഗണൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും. ദിസ് ഈസ് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ട്രയാങ്കുലർ ലാമിന. Triangular lamina. Okay, triangular lamina case എന്താ? ഇതാണ് triangular lamina. ഇങ്ങനെയാണ് ഉണ്ടാകുക triangular lamina. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്, that is known as median, intersection of median. ഇതാണ് triangular laminaയുടെ center of mass. ഓക്കെ, അതുപോലെ തന്നെ സിലിണ്ടറിന്റെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് സിലിണ്ടർ ദ സെന്റർ ഓഫ് മാസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ആക്സിസ്. അപ്പോൾ സിലിണ്ടറിന് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹോളോ സിലിണ്ടർ ഉണ്ട്, ദെൻ സോളിഡ് സിലിണ്ടർ ഉണ്ട്. അപ്പോൾ ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ ഉൾഭാഗത്ത് എന്തായിരിക്കും, അത് അവിടെ സ്പേസ് ആയിരിക്കും. സോ അത് ഇമാജിനറി പോയിന്റ് ആയിരിക്കും അതിന് മുകളിൽ. സോളിഡ് സ്പിയർ ആണെങ്കിൽ അറ്റ് മിഡ് പോയിന്റ് ഓഫ് ദ ആക്സിസ്. ഓക്കെ, so this is the center of mass of certain regular shaped bodies. So next one, angular momentum. അപ്പോൾ angular momentum ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് what do you mean by linear momentum അത് അറിഞ്ഞിരിക്കണം. എന്താണ് momentum? That is p equal to mv, mass into velocity. It's a vector quantity. So vector p equal to m into vector v. So unit എന്താ? മാസ് എന്ന് പറയുന്ന കിലോഗ്രാം, വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ഈസ് യൂണിറ്റ്. എന്താണ് ഇതിന്റെ ഡയമെൻഷൻ ഫോർമുല? ദാറ്റ് ഈസ് m/l(t⁻⁻1). ദിസ് ഈസ് മൊമെന്റം. സോ ഈ മൊമെന്റം അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. സോ വാട്ട് യു മീൻ ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം? If no external force acting on the system, total linear momentum of the system is conserved. According to Newton's second law, F equal to ma, or F equal to dp by dt. So this is external force. This force is known as external force. A statement പറയുന്നത് if no external force acting on the system, that means F external equal to 0. That is 0 equal to dp by dt. Okay, ഒരു ക്വാണ്ടിറ്റി ഡിഫറൻസിയേഷൻ ചെയ്യുകയാണെങ്കിൽ ആ ക്വാണ്ടിറ്റിയുടെ വാല്യൂ 0 കിട്ടുകയാണെങ്കിൽ that means that quantity is a constant. അല്ലേ, ഏതൊരു ക്വാണ്ടിറ്റിയെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ ആ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണ്. Okay, that means when external force equal to 0, P equal to constant. നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൊമെന്റം, ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. സോ ഇത് തന്നെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത്. According to Newton's first law, every body continues its state of rest or uniform motion along a straight line unless it is compelled to change that state by an external unbalanced force. ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഒരു ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലെങ്കിൽ സ്ഥിരാവസ്ഥയിലിരിക്കുന്ന വസ്തു അതേ അവസ്ഥയിലും ചലനാവസ്ഥയിലിരിക്കുന്ന വസ്തു അതേ അവസ്ഥയിലും തുടരും. ദാറ്റ് ഈസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പൊ ന്യൂട്ടൺ എന്താ പറയുന്നത്? എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ബോഡിയുടെ സ്റ്റേറ്റിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ബോഡിയുടെ സ്റ്റേറ്റിന് മാറ്റമില്ല എന്ന് പറയുന്നതും മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത് സെയിം ആണ്. ഇപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ തന്നെയാണ് ആക്ച്വലി മറ്റൊരു രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. If no external force acting on the system, total linear momentum of the system is conserved. This is law of conservation of linear momentum.
ഓക്കെ, സോ നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, അതായത് നമ്മളൊരു ടൈം, നമ്മുടെ ഏജും അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റും വെച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ഹൈറ്റ് കൂടുന്നുണ്ട്, കൂടി ഒരു പെർട്ടിക്കുലർ ഏജ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, നമ്മളിങ്ങനെ കൂടി 90 വയസ്സ് വരെ ഇങ്ങനെ കൂടി പോകുന്നില്ല. ഒരു പെർട്ടിക്കുലർ ഏജിൽ എത്തുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ 22 ഇയേഴ്സ് ഓർ 23 ഇയേഴ്സ്, പിന്നെ നമ്മുടെ ഹൈറ്റ് മാറില്ല, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോകും. ഓക്കെ, ദാറ്റ് മീൻസ് before 22 years dh by dt എന്തായിരിക്കും? ബിഫോർ 22 ഇയേഴ്സ് dh by dt എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 0.00001 മില്ലിമീറ്റർ ആണ് വരിക. ഫോർ എക്സാമ്പിൾ പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dh by dt ഒരു ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞാൽ h ഇങ്ങനെ വാരിയബിൾ എന്ന അർത്ഥം, മാറിക്കൊണ്ടിരിക്കുന്നു. But after 22 years, this is before 22 years, after 22 years, okay, dh by dt equals 0. That means after 22 years there is no height difference. Okay, so അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. dp by dt 0 ആണെങ്കിൽ p is a constant. അതായത് dh by dt 0 ആണെങ്കിൽ എന്താണ്? h is a constant. ഇതൊരു മാത്തമാറ്റിക്സിൽ വരുന്ന കൺസെപ്റ്റ് ആണ്, ഡിഫറൻസിയേഷനിൽ വരുന്ന കൺസെപ്റ്റ് ആണ്. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസിയേഷൻ 0 ആണെങ്കിൽ ആ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റിന്റെ ഡിഫറൻസിയേഷൻ എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. സോ നമ്മൾ ഇനി അടുത്ത് ഏതിലേക്കാണ് പോകുന്നത്? ആംഗുലാർ മൊമെന്റത്തിലേക്കാണ് പോകുന്നത്. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ലീനിയർ മൊമെന്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ലീനിയർ മൊമെന്റം. അടുത്ത് നമുക്ക് പോകേണ്ടത് എവിടെയാ? ആംഗുലാർ മൊമെന്റം. സോ റൊട്ടേഷൻ മോഷൻ വരുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, സോ അവിടെ ഒരു ആക്സിസ് ഉണ്ടാവും. നമ്മൾ എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? സൺ എന്ന് പറയുന്ന ഒരു ആക്സിസ്, അല്ലെ? സൺ, അതിന്റെ ആക്സിസിൽ ആരെയുള്ള സണ്ണാണുള്ളത്. സോ ഏത് റൊട്ടേഷനിലും ഒരു ആക്സിസ് ഉണ്ടാവും. ആ ആക്സിസിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും, ഒരു റേഡിയസ് വെക്ടർ ഉണ്ടാവും. ഓക്കെ, സോ ആംഗുലാർ മൊമെന്റം ഓക്കെ, മൊമെന്റം L, അതിനെ L എന്ന് റെപ്രസെന്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു R ക്രോസ് P. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ. ആംഗുലാർ മൊമെന്റം എന്താ? R ക്രോസ് P. സോ ദിസ് ഈസ് ദ വെക്ടർ പ്രൊഡക്റ്റ്. We know that A cross B equal AB sin theta. Similarly, R cross P equal to RP sin theta. R cross P equal to RP sin theta. Okay. നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ്. സിമിലർലി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഉണ്ട്. എന്തായിരിക്കും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം? ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ലീനിയർ മോഷനിലുള്ള ഫോഴ്സ്, സോ ലീനിയർ മോഷനിലുള്ള ഫോഴ്സ് റൊട്ടേഷൻ മോഷനിൽ എത്തുമ്പോൾ എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് നോൺ ആസ് ടോർക്ക്. അതിനെ വിളിക്കുന്ന പേരാണ് ടോർക്ക്. ഓക്കെ, ഇവിടെയുള്ള എക്സ്പ്രഷൻ എന്താ? ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിംഗ് ഓൺ ദ സിസ്റ്റം, ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ഈസ് കൺസേർവ്ഡ്. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിൽ എന്താ പറഞ്ഞത്? ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ സിസ്റ്റം. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ആംഗുലാർ മൊമെന്റത്തിൽ ആ ഫോഴ്സിന് പകരം എന്ത് പറയണം? ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിംഗ് ഓൺ ദ സിസ്റ്റം, ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ഈസ് കൺസേർവ്ഡ്. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ റൊട്ടേഷൻ മോഷനിൽ എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ടോ ഈക്വൽ ടു dl by dt. So tau external, this is external torque, tau external equal to 0, that is 0 equal to dl by dt. That means L is a constant. L is a constant. So this is law of conservation of angular momentum. Okay, so നമ്മൾ ആംഗുലാർ മൊമെന്റം എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. ആംഗുലാർ മൊമെന്റം, ഇറ്റ് ഈസ് ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് റേഡിയസ് വെക്ടർ ആൻഡ്
linear momentum. That is known as angular momentum. അപ്പോൾ ആംഗുലർ മൊമെന്റത്തിനെ വേറെ രീതിയിലേക്ക് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതായത് we know that P equal to mv. അപ്പോൾ ലീനിയർ മോഷനിലെ മാസ് ആണ് റൊട്ടേഷൻ മോഷനിൽ മൊമെന്റ് ഓഫ് ഇനീഷ്യ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ P equal to mv കണക്കായിട്ട് നമുക്ക് L നെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ m എന്തായിട്ട് മാറും? m is moment of inertia I, v എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി. ദാറ്റ് ഈസ് ആംഗുലാർ മൊമെന്റത്തിനെ വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് I ഒമേഗ. I is the moment of inertia, omega is the angular velocity. Okay, then what is the unit of angular momentum? ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് rp sin theta. We know that sin theta എന്ന് പറയുന്നത് അത് ആംഗിൾ ആണ്, അതിന് യൂണിറ്റ് ഇല്ല. പിയുടെ യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെ? പിയുടെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, പിന്നെ ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ ഒരു മീറ്റർ കൂടെ വരും. ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -1. കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -1. ഡയമെൻഷൻ ഫോമിൽ എന്താ? ദാറ്റ് ഈസ് m L square t raised to -2. This is the dimensional formula of angular momentum. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്തിനെ കുറിച്ചൊക്കെയാ? ഫസ്റ്റ് വൺ റിജിഡ് ബോഡി, ദെൻ സെന്റർ ഓഫ് മാസ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി, the center of mass of a certain regular shaped bodies, then law of conservation of linear momentum and law of conservation of angular momentum. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പോയിന്റ്സിലേക്ക് നമുക്ക് പോകാം. താങ്ക് യു.